നമസ്കാരം. ശ്രീകല ഗണേഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. സർവം കൃഷ്ണാർപ്പണം. പരീക്ഷിത്ത് ശ്രീശുകനോട് പറഞ്ഞു, ബ്രഹ്മൻ ശ്രീഹരിയെ പ്രസാദിപ്പിക്കാൻ സമർത്ഥമായ പുംസവന വ്രതനിധികളെ ഉപദേശിച്ചു തരണേ. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണേ. ശ്രീശുകൻ പറഞ്ഞു, ധനുമാസം ശുക്ലപക്ഷ പ്രഥമയിൽ ഭർത്താവിൻ്റെ അനുവാദത്തോടുകൂടി ഈ വ്രതം ആരംഭിക്കണം. അതിനു മുമ്പ് മരുത്തുക്കളുടെ ഉൽപ്പത്തിയെ വായിച്ച് കേൾപ്പിക്കണം. ദിവസേന കാലത്ത് നിത്യകർമ്മങ്ങൾക്ക് ശേഷം ശ്രീദേവിയോടുകൂടിയുള്ള നാരായണനെ പൂജിക്കണം. ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപദായ സഹ മഹാവിഭൂതി ബിർബലി ഉപഹാരിണി ഇതി എന്ന മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് ആവാഹനം, ആസനം, ആർഘ്യം, പാദ്യം, ആചമനം, സ്നാനം, വസ്ത്രം, യജ്ഞോപവീതം, ആഭരണം, ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം, താംബൂലം എന്ന ഷോഡശോപചാര പൂജ നിർവഹിക്കണം. നൈവേദ്യാവശിഷ്ടത്തെ ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാവിഭൂതിപദയെ സ്വാഹ എന്ന മന്ത്രം ചൊല്ലി 12 പ്രാവശ്യം അഗ്നിയിൽ ആഹൂതി ചെയ്യണം. അതിനുശേഷം സാഷ്ടാംഗം നമസ്കരിച്ച് മുൻപറഞ്ഞ മന്ത്രം 10 പ്രാവശ്യം കൂടി ജപിക്കണം. അനന്തരം സ്തോത്രം ചെയ്യണം. പിന്നീട് നിർമാല്യം നീക്കി ആചമനം ചെയ്തിട്ട് വീണ്ടും പൂജിക്കണം. മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും പൂജിച്ച ശേഷം ഭർത്താവിനെയും വിഷ്ണുബുദ്ധ്യ പരമഭക്തിയോടുകൂടി പൂജിക്കണം. ഭർത്താവും പൂജയ്ക്കാവശ്യമായ അനുകൂല സഹായങ്ങളെ ചെയ്യണം. ദിവസേന ഇപ്രകാരം പൂജിച്ച ശേഷം ഭർത്തൃമതികളായ സ്ത്രീകളെ സൽക്കരിച്ച് ഉപചരിക്കണം. നൈവേദ്യാവശേഷത്തെ താനും സേവിച്ച് മറ്റുള്ളവർക്കും കൊടുക്കണം. 1 വർഷം തികയുന്ന വൃശ്ചികമാസ അമാവാസി ദിവസം ഉപവാസമിരിക്കണം. പിറ്റേനാൾ ഭർത്താവ് സ്ഥാലീപാക വിധിപ്രകാരം ഹോമം ചെയ്തിട്ട് ബ്രാഹ്മണ പൂജയും ദാനവും ചെയ്യണം. സൽസന്താനത്തെ നൽകാൻ സമർത്ഥമായ അവിശേഷത്തെ ഭർത്താവ് കയ്യിലെടുത്ത് മൗനവ്രതത്തോടുകൂടി ഭാര്യയുടെ കയ്യിൽ കൊടുക്കണം. ഭാര്യ അതിനെ ഭക്തിപൂർവം വാങ്ങി ഭക്ഷിക്കണം. ഈ വ്രതം വിധിപ്രകാരം അനുഷ്ഠിക്കുന്നതായാൽ സൗന്ദര്യം, സത്സന്താനം, സൗഭാഗ്യം, ദീർഘമാംഗല്യം, മറ്റും ഐശ്വര്യാദികൾ ഇവയെ സിദ്ധിക്കും. ഭാഗവതത്തിലെ ഇത്തരം അമൂല്യ സന്ദേശങ്ങൾ അറിയാൻ ഈ ചാനൽ ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.